നാലമ്പലത്തിനുള്ളിൽ ശ്രീകോവിലിന് ചുറ്റുമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ബലിക്കല്ലുകൾ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ്. ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ കാവലായി അഷ്ടദിക്പാലകരും ഭൂതഗണങ്ങളും കുടിയിരുത്തപ്പെട്ടിട്ടുള്ള സ്ഥാനങ്ങളാണ് ബലിക്കല്ലുകൾ. ബലിക്കല്ലുകളിൽ ചെറിയ ബലിക്കല്ലുകളും വലിയ ബലിക്കല്ലും ഉണ്ട്. പ്രതിഷ്ഠയോളം തന്നെ പ്രാധാന്യമുണ്ട് ക്ഷേത്രങ്ങളിലെ വലിയ ബലിക്കല്ലിന്. ഇതാ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലുള്ള പ്രധാന ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ സർവ്വസൈന്യാധിപൻ അല്ലെങ്കിൽ സർവ്വസൈന്യാധിപ എന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവന്റെ അഥവാ ദേവിയുടെ വാഹനം സദാസമയവും ശ്രീകോവിലിലെ ദേവനെ നോക്കിയിരിക്കുന്നത് കാണാവുന്നതാണ്. ഉദാഹരണത്തിന് ശിവക്ഷേത്രങ്ങളിലെ നന്ദിയുടെ പ്രതിഷ്ഠ. അതുപോലെ വലിയ ബലിക്കല്ലിലെ സർവ്വസൈന്യാധിപൻ അഥവാ സർവ്വസൈന്യാധിപ സങ്കല്പവും സദാസമയവും കണ്ണിമ വെട്ടാതെ ശ്രീകോവിലിനുള്ളിലെ ദേവനെ അല്ലെങ്കിൽ ദേവിയെ തന്നെ നോക്കിയിരിക്കുന്നതായിട്ടാണ് സങ്കല്പം. അതായത് പ്രധാന ദേവചൈതന്യത്തെ സംരക്ഷിച്ചു വരുന്നതായി സങ്കല്പം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പുരുഷനാണെങ്കിൽ, അതായത് ദേവനാണെങ്കിൽ പുരുഷ സൈന്യാധിപനും, മറിച്ച് സ്ത്രീയാണെങ്കിൽ എന്നുവച്ചാൽ ദേവിയാണെങ്കിൽ സ്ത്രീ സൈന്യാധിപയും ആയിരിക്കും വലിയ ബലിക്കല്ലിൽ ഉപവിഷ്ടമായിരിക്കുന്നത്. ഓരോ ദേവനും ദേവിക്കും പ്രത്യേകം സൈന്യാധിപൻ അല്ലെങ്കിൽ സൈന്യാധിപയെ കൽപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള മുഖ്യധാര ദേവീദേവന്മാരുടെ സർവ്വസൈന്യാധിപർ ഇങ്ങനെയാണ്. ശിവഭഗവാന് ഹരസേനനാണ് സൈന്യാധിപൻ, മഹാവിഷ്ണുവിന് ഹരിസേനനും, ഗണപതിക്കത് വിഘ്നസേനനാകുന്നു, ശാസ്താവിന് ശാസ്ത്രൂസേനനും, സുബ്രഹ്മണ്യന് സ്കന്ദസേനനും ആകുന്നു. ദുർഗയുടേത് ബ്രാഹ്മിയും ഭദ്രകാളിക്ക് സർവേശ്വരിയും കാവലാകുമ്പോൾ ശങ്കരനാരായണന് ഹരിഹരസേനനാണ് സർവ്വസൈന്യാധിപൻ. വലിയ ബലിക്കല്ലിന്റെ ചുറ്റിലും അഷ്ടദിക്കുകളിലായി കാണുന്ന ചെറുബലിപീഠങ്ങൾ ക്ഷേത്രത്തിലെ ദേവൻ അല്ലെങ്കിൽ ദേവിയുടെ സർവ്വസൈന്യാധിപന്റെ കീഴിലുള്ള പ്രധാന സൈന്യാധിപനായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത്. ഇവർ ഓരോ ദേവീദേവന്മാർക്കും വ്യത്യസ്തമായിരിക്കും. ഇവ കൂടാതെ തെക്കുകിഴക്കേ മൂലയിൽ മറ്റൊരു ദേവനെ അല്ലെങ്കിൽ ദേവിയെ കൂടി പ്രതിഷ്ഠിച്ചതായിട്ടുള്ള സങ്കല്പമുണ്ട്. പ്രതിഷ്ഠയ്ക്കായുള്ള ബലിക്കല്ല് അവിടെ ഉണ്ടാകില്ല. യാതൊരു കാരണവശാലും ബലിക്കല്ലിൽ ചവിട്ടരുത്. അറിയാതെ എങ്ങാനും ചവിട്ടിയാൽ ക്ഷമാപണം നടത്തേണ്ടതാണ്. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ദേവന് കാവലിരിക്കുന്നവരാണ് ആ കല്ലുകളിലുള്ളതെന്ന് നമ്മളും ഓർക്കണം. ഒപ്പം കുട്ടികളെയും പറഞ്ഞു മനസ്സിലാക്കണം.